പിന്നെ കോൺഗ്രസ് അവിടെ അവരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. വയനാട് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള PR ഏജൻസികളെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ കേരളത്തിൽ മത്സരിക്കുന്നത് PR ഏജൻസിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണെന്ന് തോന്നുമല്ലോ. കാരണം PR ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട്. അപ്പോൾ PR ഏജൻസിയും പിന്നെ UDF തമ്മിൽ തർക്കം നടന്നു. കരുതൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രചരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സർവേയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ അതിൽ തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. എന്തോ അവിടെ BJPയുടെ അക്കൗണ്ട് കേരളത്തിൽ നിയമത്തിൽ ക്ലോസ് ചെയ്ത് അത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇല്ല. രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നിയമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രയാസമാണ്.